ആഴക്കടൽ മത്സ്യബന്ധനം മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ എങ്ങനെയാണ് പ്രതികൂലമായി ബാധിക്കുന്നത്? ട്യൂണകളുടെ അതിർത്തി കടന്നിരിക്കുന്നു, സസ്റ്റൈനബിലിറ്റിയുടെ അതിർത്തി കടന്നു അയാൾ പറഞ്ഞിരിക്കുകയാണ്. നമ്മളല്ല പറയുന്നത്, IOT ഇതുപോലുള്ള സ്ഥാപനങ്ങളാണ്. ലോകത്ത് ഒരു രാജ്യത്തും വ്യവസായ മത്സ്യബന്ധനം ഇന്ന് സുസ്ഥിരമല്ല, ലാഭകരവുമല്ല. നിങ്ങൾ ചൈനയെക്കുറിച്ച് പറഞ്ഞല്ലോ. ചൈന എങ്ങനെ പ്രവർത്തിക്കും നിങ്ങൾക്കറിയാമോ? ഒരു കപ്പലിന് ഒരു മാസം $10,000 സബ്സിഡി. 270 മണിക്കൂർ ഒരു മാസം പ്രവർത്തിക്കുന്ന ഒരു കപ്പലിന് $10,000 സബ്സിഡി കൊടുക്കുന്ന ആ രാജ്യം. എന്നിട്ട് പോലും അവരിപ്പോൾ കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. ലോക ഭക്ഷ്യസംഘടന, ആരോഗ്യ സംഘടന, ലോക WTO സമ്മേളനം വിളിച്ചു ചേർത്തിട്ട് അവർ പറഞ്ഞു, ഈ മത്സ്യങ്ങൾ തകർന്നു പോയിരിക്കുകയാണ്. ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം മത്സ്യവും തകർന്നു തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ വ്യവസായ മത്സ്യബന്ധനം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. അത് കരാറുണ്ടാക്കിയിരിക്കുകയാണ്. അതിൽ 167 രാജ്യങ്ങളിൽ 111 രാജ്യങ്ങൾ ഒപ്പിട്ടാൽ അത് കരാറാകും. ലോകത്തെ പ്രധാനപ്പെട്ട 10 ഇനം മത്സ്യങ്ങൾ ഏറെക്കുറെ തകർന്ന് അരിപ്പണമായി കഴിഞ്ഞിരിക്കുന്നു. ലോകത്തെ IUCN എന്നൊരു സ്ഥാപനത്തിൻ്റെ കണക്കുണ്ട്. ആ കണക്ക് പ്രകാരം ലോകത്തുള്ളതിൽ വെച്ച് 1616 മത്സ്യയിനങ്ങൾ തകർച്ചയുടെ വക്കിലാണ്. അതിൽ 930 മത്സ്യങ്ങൾ തകർന്നു കഴിഞ്ഞിരിക്കുന്നു. 666 ഗുരുതരമായ ഭീഷണിയിലാണ്. നമ്മൾ പറയുന്നതല്ല, ലോകത്തിൻ്റെ മാനപ്പെട്ട ഗവേഷണ സ്ഥാപനം IUCN പറയുന്നതാണ്. ഈ സാഹചര്യത്തിലാണ് യൂറോപ്പ് അടക്കമുള്ള രാജ്യങ്ങൾ അവർ വലിയ സബ്സിഡി കൊടുക്കുന്നതാണ്. ചൈന ഏറ്റവും കൂടുതൽ സബ്സിഡി കൊടുക്കുന്ന രാജ്യമാണ്. അമേരിക്ക ഏറ്റവും കൂടുതൽ സബ്സിഡി കൊടുക്കുന്ന രാജ്യമാണ്. യൂറോപ്യൻ യൂണിയൻ ഏറ്റവും കൂടുതൽ സബ്സിഡി കൊടുക്കുന്ന രാജ്യമാണ്. അവരൊക്കെ ചേർന്ന് തീരുമാനത്തിലെത്തിയിരിക്കുന്നത്, ഞങ്ങൾ ഇനി മത്സ്യബന്ധനം നടത്തില്ല, ഞങ്ങളുടെ കപ്പലുകൾക്ക് ഞങ്ങൾ സബ്സിഡി കൊടുക്കില്ല. അത് മാത്രം ലാഭകരമല്ലാത്തതിൻ്റെ പേരിൽ പല കപ്പലുകളും അട്ടത്തിട്ട് വെച്ചിരിക്കുകയാണ് സാർ. ശരി, ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ ഗവൺമെൻറ് ഇവരെ ഇവിടെ കൊണ്ടുവരുന്നത്. ഇത് ഈ മേഖലയെ തകർക്കുമെന്ന് മാത്രമല്ല, തീരക്കടലിലേക്ക് പ്രവർത്തിക്കും. ആഴക്കടലിൽ മീൻ ഇല്ലാത്തതുകൊണ്ട് തീരക്കടലിലൊന്ന് പ്രവർത്തിക്കും. ലോകത്ത് നിന്ന് മത്സ്യം ലഭിക്കുന്ന 2 കടൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണല്ല. 2 കടൽ ഇന്ത്യയിലാണുള്ളത്. ബംഗാൾ കടലും അറബിക്കടലും അത് അവർ പരിശൂന്യമാക്കും. അതുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ എന്ത് വിലയോട് നമ്മൾ ചേർക്കാൻ തീരുമാനിച്ചു. ശരി, ഞാൻ